മങ്കൂസ് മൗലിദിലെ ഒന്നാമത്തെ ബെയ്ത്തിന്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. അന്ത തത്ലുഉ ബൈനന, അങ്ങ് ഞങ്ങൾക്കിടയിൽ ഉദയം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് നേതാവായി വന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അന്ത തത്ലുഉ ബൈനന, അങ്ങ് ഞങ്ങൾക്ക് ഉദയം ചെയ്യുന്നു, അഥവാ നബിതങ്ങൾ ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഏതുപോലെയാണത്? ഫിൽ കവാകിബി കൽ ബുദൂർ, നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രനെ പോലെ. നക്ഷത്രങ്ങൾക്കിടയിൽ പൂർണ്ണചന്ദ്രൻ, അത് എത്ര വ്യക്തമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. അതുപോലെയാണ് അങ്ങ് ഞങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്, ഉദയം ചെയ്തത് എന്ന്. എന്നിട്ട് പറയാ, ബൽ, അല്ല, പറഞ്ഞ് കുറഞ്ഞു പോയി എന്ന് വിചാരിച്ചിട്ട് കവി പറയാണ്, വ അഷ്റഫു മിൻഹു, അതിനേക്കാൾ ഉന്നതനും ശ്രേഷ്ഠനുമായിട്ട് എന്ന്. അപ്പോ നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണചന്ദ്രനെ പോലെ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ നബിതങ്ങൾക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ, നബിതങ്ങളെ അങ്ങനെ പറഞ്ഞാൽ പോരാ, അതിലും പുകഴ്ത്തണം. അപ്പൊ എന്ത് പറഞ്ഞു? അല്ല, അതിനേക്കാൾ ഉന്നതനും ശ്രേഷ്ഠരുമായിട്ടാണ് നബിയെ അങ്ങ് ഞങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്, ഉദയം ചെയ്തത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണല്ലോ, പുകഴ്ത്തുകയാണല്ലോ. അപ്പം അതാണ് ഇങ്ങനെ സാഹിത്യ രൂപത്തിൽ പറയുന്നത്. എന്നിട്ട് പറയാണ്, യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. യാ സയ്യിദി, എൻ്റെ നേതാവേ. ഖൈറൻ നബി, പ്രവാചകന്മാരിൽ അഥവാ നബിമാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ എന്നാണ് നമ്മളത് ചൊല്ലുന്നത്. ഈ അർത്ഥമൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ ബെയ്ത്തൊക്കെ ചൊല്ലുമ്പോൾ നല്ല മനസ്സിന് ആത്മീയത ലഭിക്കുന്ന കാര്യമാണ്. എന്നിട്ട് പറയാണ്, അന്ത ഉമ്മുൻ അം അബു, അങ്ങ് മാതാവാണോ അതോ പിതാവാണോ? അങ്ങ് ഉമ്മയാണോ അല്ലെങ്കിൽ ഉപ്പയാണോ? അന്ത ഉമ്മുൻ, നബിയെ അങ്ങ് ഞങ്ങളെ ഉമ്മയാണോ? അം അബുൻ, അല്ലെങ്കിൽ ഞങ്ങളെ ഉപ്പയാണോ? എന്നിട്ട് പറയാണ്, മാറ ഐന ഫീഹിമ, അവർ രണ്ടാളിലും ഞങ്ങൾ കണ്ടിട്ടില്ല. അവര് മാതാപിതാക്കളിൽ ഞങ്ങൾ കണ്ടിട്ടില്ല. മിസ്ല ഹുസ്നിക, അവിടുത്തെ ഗുണങ്ങൾക്ക് തുല്യമായ ഗുണങ്ങൾ. ഒരുപാട് ഗുണങ്ങളുണ്ട് മാതാപിതാക്കളിൽ, പക്ഷേ നബിതങ്ങളിൽ നിന്ന് കിട്ടുന്ന അത്ര ഗുണം ഞങ്ങളുടെ മാതാപിതാക്കളിൽ കണ്ടിട്ടില്ല. കത്തു, തീരെ തന്നെ കണ്ടിട്ടില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്താണ്? മാതാപിതാക്കളിൽ നിന്നും ഏറ്റവും കൂടുതൽ, മാതാപിതാക്കളെക്കാൾ ഏറ്റവും കൂടുതൽ ഗുണം ആരിൽ നിന്ന് കിട്ടുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയും. അതേ സമയത്ത് ഉമ്മക്കും ഉപ്പക്കൊക്കെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. മാതാപിതാക്കൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ആർക്ക് കഴിയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതാ പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കളെക്കാൾ പവർ ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. നമ്മൾ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അതുപോലെ സർവ്വജനങ്ങളെക്കാൾ ഇഷ്ടപ്പെടേണ്ട ആരെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പം അതാണ് ഈ പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കൾക്ക് കുറേ ഗുണങ്ങളുണ്ട്, നമുക്കൊരുപാട് ഗുണങ്ങൾ അവരെ കൊണ്ടുണ്ട്. പക്ഷേ അവരെക്കാളും ഗുണമുണ്ട് ആരിൽ നിന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മാതാപിതാക്കളെക്കാളും വലിയ ഉപകാരം ആരെ കൊണ്ട് കിട്ടുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? യാ സയ്യിദി ഖൈറൻ നബി,
പ്രവാചകരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. പിന്നെന്താ പറഞ്ഞ, അന്ത മുൻജീന ഗദ, അങ്ങ് നാളെ ഞങ്ങളുടെ രക്ഷകനാണ്. അങ്ങ് നബിയേ, അങ്ങ് നാളെ ഞങ്ങളെ രക്ഷകനാണ്. അന്ത മുൻജീന ഗദൻ, നാളെ ഞങ്ങളെ രക്ഷകനാണ് നബിയെ അങ്ങ്. മിൻ ശഫാഅതിക സ്വഫ, അങ്ങയുടെ ആത്മാർത്ഥമായ ശുപാർശയാൽ. ആത്മാർത്ഥമായ ശുപാർശ അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, എന്താ നബിയെ ചോദിച്ചോളൂ, എന്താ വേണ്ടത്. അങ്ങനെ ജനങ്ങളൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി, ഹിസാബ് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ എത്രത്തോളം നമ്മളെ ഷഫാഅത്ത് ചെയ്ത് അണുമണിത്തൂക്കം ഈമാനുള്ളവരൊക്കെ എന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്തും. അത്രക്ക് വലിയ ഗുണം ചെയ്യുന്നവരാണ് ആര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ പറയാണെന്ത്, അന്ത മുൻജീന ഗദ, അങ്ങ് നാളെ ഞങ്ങളുടെ രക്ഷകനാണ്. മിൻ ശഫാഅതിക സ്വഫ, അങ്ങയുടെ ആത്മാർത്ഥമായ ശുപാർശയാൽ. നമ്മളെല്ലാ നബിമാരെടുത്തും പോവും, എല്ലാ നബിമാരെടുത്തും പോവും. അവരൊക്കെ പറയും, നഫ്സി നഫ്സി, എൻ്റെ കാര്യം തന്നെ ഞാൻ ബേജാറാണ്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എവിടെ ചെല്ലും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെല്ലും. നബി തങ്ങൾ അങ്ങനെയൊന്നും പറയൂല. എന്താ പറയുക, ഞാൻ ഏറ്റെടുത്ത് വരി, ഞാൻ പറയാം, ഞാൻ ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞു വരും. അങ്ങനെ ശുപാർശ ചെയ്യും. അതാണ് നബിതങ്ങളെ പവർ, അതാണ് നബിതങ്ങളെ കൊണ്ടുള്ള കിട്ടുന്ന ഗുണം, അതാണ്. നബിതങ്ങളെ സ്നേഹിച്ചാൽ നമുക്ക് ഇങ്ങോട്ട് ധാരാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപകാരങ്ങൾ ചെയ്യും എന്ന്. എന്നിട്ട് പറയാ, മൻലനാ മിസ്ലുക, അവിടത്തെ പോലെ ഞങ്ങൾക്ക് മറ്റാരുണ്ട്, വേറെ ആരാള് നബിയെ, അങ്ങേപ്പോലെ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റു നബിമാരടുത്ത് പോയിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ നബിതങ്ങളടുത്ത് തന്നെ കിട്ടേണ്ടിയാണ് ഈ ശുപാർശ. അപ്പം ഞങ്ങൾക്ക് വേറെ ആരാള് നബിയെ. എന്നിട്ട് പറയാണ്, യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ എന്ന് പറയാം. എന്നിട്ട് ഇർതകബ്തു അലൽ ഖത, ദോഷങ്ങളുടെ കൂമ്പാരങ്ങൾക്ക് മുകളിൽ ഞാൻ കയറിയിരിക്കുന്നു, അഥവാ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് തെറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു, അഥവാ ഒരുപാട് തെറ്റുണ്ട്. ഗൈറ ഹസ്വിരിൻ വഅദദ്, എണ്ണവും ക്ലിപ്തവുമല്ലാത്ത വിധം, എത്ര എണ്ണാന്നറിയൂല അത്രയും തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണാണെന്ന് അറിയുകയില്ല. എണ്ണവും ക്ലിപ്തവുമില്ലാത്ത വിധം എത്രയോ തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ലക അഷ്കൂ ഫീഹി, അങ്ങയോട് ഞാൻ അതിൽ ആവലാതി പറയുന്നു. അങ്ങയോടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പരാതി പറയുന്നത്. ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് എന്ന് നബിയെ തങ്ങളോട് ഞാൻ പരാതി പറയാണ്. യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകരിൽ ഏറ്റവും ശ്രേഷ്ഠനായ എൻ്റെ നേതാവേ. എന്തിനാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമ്മൾ തെറ്റ് ചെയ്തു പോയതിൽ പരാതി പറയുന്നത്? നബിതങ്ങൾ ഇടപെടാൻ വേണ്ടിയാണ്. അള്ളാഹുവിനോട് നബിതങ്ങൾ പറഞ്ഞാൽ അള്ളാഹു ചെയ്യും, അത് തട്ടിക്കളയൂല, സ്വീകരിക്കും. അതുകൊണ്ടാണ് നബിതങ്ങളോട് നമ്മൾ എന്താക്കുന്നത്, ഇങ്ങനെ പറയുന്നത്. നബിതങ്ങളോട് പറഞ്ഞാൽ കാര്യം ഉണ്ടാവും, പ്രധാനപ്പെട്ട ആളോട് പറഞ്ഞാൽ കാര്യം ഉണ്ടാകുമല്ലോ. അതുപോലെ നബിതങ്ങൾക്ക് ഇടപെടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നബിതങ്ങളോട് നമ്മൾ പറഞ്ഞാൽ അതിന് ഫലം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നബിതങ്ങളോടും പരാതി പറയുന്നത്. ഇനി ഇന്നനാനർജു, നിശ്ചയം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, തീർച്ചയായിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത്? ഇലാക സിഹൗലിക, അങ്ങയുടെ ഹൗലുൽ കൗസറിലെ കോപ്പയിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹൗലുൽ കൗസർ വിതരണം ചെയ്യല്ലോ. തേനിനേക്കാൾ മധുരമുള്ളതും പാലിനേക്കാൾ വെടുത്തതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗലുൽ കൗസർ, അത് കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു പാനീയം നബിതങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ, ആ കോപ്പയിലേക്ക്
ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു കോപ്പ കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ? ലിൽ അത്വഷ്, ദാഹശമനത്തിന് വേണ്ടി. അഥവാ നല്ല ദാഹം ഉണ്ടാവും പരലോകത്ത്. നമ്മളാകെ ബേജാറിലായിരിക്കുമല്ലോ. അപ്പോൾ കിതാബ് കിട്ടുന്ന തിരക്ക്, സിറാത്ത് പാലം കിടക്കുന്ന തിരക്ക്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ബേജാറുകൾ ഉണ്ടാവും. നമ്മൾ സ്വർഗത്ത് പോവോ നരകത്ത് പോവോ, നമ്മളെ കൂടുള്ളവരൊക്കെ എന്താവും എന്നൊക്കെയുള്ള വലിയ വലിയ ബേജാറുകൾ ഉണ്ടാവും. അപ്പോൾ ശക്തമായ ദാഹം ഉണ്ടാവും. അപ്പോൾ ഒരു കോപ്പ ഹൗലുൽ കൗസർ കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ, അങ്ങയിൽ നിന്ന് കിട്ടാൻ എന്ന്. യൗമനശിരി കിതാബി, എൻ്റെ നന്മ തിന്മകളുടെ ഗ്രന്ഥം വിതരണം ചെയ്യപ്പെടുന്ന നാളിൽ. അങ്ങനെ പറഞ്ഞാൽ കിതാബുകളൊക്കെ നമ്മൾ നമ്മുടെ നന്മ എഴുതിയ കിതാബും തിന്മ എഴുതിയ കിതാബൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വിതരണം ചെയ്യുന്ന ആ ദിവസം പരലോകത്ത് ഞങ്ങളിങ്ങനെ ഈ ഹൗലുൽ കൗസറിന് ആഗ്രഹിക്കുന്നുണ്ട്. യാ സയ്യിദി ഖൈറൻ നബി, ഓ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ നബിയെ. എന്നിട്ട് പറയാ അശ്ശഫാഅത ഹബ് ലനാ, അവിടുത്തെ ശുപാർശ ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകണേ. ഞങ്ങളേൽ വലിയ കൂടുതലൊന്നും ചെയ്തൊന്നുമില്ല, എന്നാലും അങ്ങ് സൗജന്യമായിട്ട് ദാനമായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഷഫാഅത്ത് ചെയ്യണം, ശുപാർശ ചെയ്യണം. ഞങ്ങളോട് കാരുണ്യം കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ശുപാർശ ചെയ്യണം. ഫിൽ ഖിയാമത്തി, അന്ത്യനാളിൽ പരലോകത്ത്. മുഷ്ഫിഖ, ഞങ്ങളോട് വാത്സല്യം കാട്ടിയ നിലയിൽ, അഥവാ ഞങ്ങളോട് സ്നേഹം കാണിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഷഫാഅത്ത് ചെയ്യണം. വാഹ്ലന, ഞങ്ങൾക്ക് എന്തൊരു നഷ്ടമായിരിക്കും അത് നഷ്ടപ്പെട്ടാൽ. നബിയെ, അങ്ങയുടെ ശുപാർശ എങ്ങാനും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾക്ക് എന്തൊരു നഷ്ടമായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് വല്ലാത്ത നഷ്ടമായിരിക്കും. ഞങ്ങൾ പിന്നെ എങ്ങനെ രക്ഷപ്പെടും? പിന്നെ ഞങ്ങൾ നരകത്ത് കടന്നു പോകൂലേ? അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൂടാ. ഞങ്ങൾക്ക് വലിയ നഷ്ടമാണ് ആ ശുപാർശ നഷ്ടപ്പെട്ടു പോയാൽ. യാ സയ്യിദി ഖൈറൻ നബി, പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. അസ്വലാത്തു അലൻ നബി, അള്ളാഹുവിൻ്റെ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. കുല്ല വഖത്തിൻ, എല്ലാ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. ദാഇമൻ, നിരന്തരമായിട്ട് അള്ളാഹുവിൻ്റെ ഗുണം, അള്ളാഹുവിൻ്റെ സ്വലാത്ത് ഉണ്ടാവട്ടെ. ലാഹ നജ്മും ഫിസ്സമാ, ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്ന കാലത്തോളം, ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിയുന്ന കാലത്തോളം, അഥവാ അവസാന നാൾ വരെ എന്തുണ്ടാവട്ടെ? അള്ളാഹുവിൻ്റെ സ്വലാത്ത്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നബിതങ്ങൾക്ക് എന്ന്. സയ്യിദി ഖൈറൻ നബി, പ്രവാചകരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ. ഇതാണ് നമ്മൾ ബെയ്ത്തായിട്ട് ചെല്ലുന്നത്. അതിൻ്റെ ജവാബായിട്ട് നമ്മൾ ചെല്ലാറുള്ളത് എന്താണ്? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. അഥവാ ഈ ബെയ്ത്തിൻ്റെ ഇടയിൽ നമ്മൾ ജവാബായിട്ട് ചെല്ലാറുള്ളത് എന്താണ്? അസ്വലാത്തു അലൻ നബി, അള്ളാഹുവിൻ്റെ സ്വലാത്ത് തിരുനബിയുടെ മേലിൽ ഉണ്ടാവട്ടെ. അള്ളാഹുവിൻ്റെ സ്വലാത്ത് അഥവാ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. വസ്സലാമു അലർ റസൂൽ, അള്ളാഹുവിൻ്റെ രക്ഷയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചൊരിയട്ടെ. അള്ളാഹുവിൻ്റെ രക്ഷയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടാവട്ടെ. അഷ്ശഫീഇൽ അബ്തഹി, മക്കയിലെ അബ്തഹ് എന്ന താഴ്വര വാസിയും ശുപാർശകനായ, അതുപോലെ മക്കയിലെ അബ്തഹ് എന്ന താഴ്വരയിലെ ജീവിക്കുന്നവരുമായ ശുപാർശകരുമായ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മേലിൽ അള്ളാഹുവിൻ്റെ
അനുഗ്രഹം ഉണ്ടാവട്ടെ. വൽ ഹബീബിൽ അറബി, അതുപോലെ പ്രിയങ്കരനായ, അതുപോലെ അറബി ഭാഷ സംസാരിക്കുന്ന ആളുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നതാണ്. അപ്പോൾ ഇതാണ് മങ്കൂസ് മൗലിദിൻ്റെ ഒന്നാമത്തെ ഹദീസ് ഓതിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെല്ലുന്ന അന്ത തുലബൈനന എന്നുള്ള ആ ബെയ്ത്തിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ ഓതേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. നമ്മളെ വീട്ടിലൊക്കെ ആണ്ടൊക്കെ കഴിക്കുന്ന സമയത്തും റബീഉൽ അവ്വലിലൊക്കെ തന്നെ നമ്മൾ ഇത് ചൊല്ലാറുണ്ട്. അതുപോലെ ഇത് നമ്മൾ എപ്പോഴും ചൊല്ലുന്നത് നല്ലതാണ്, വലിയ ഗുണമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനൊക്കെ മങ്കൂസ് മൗലിദ് മുഴുവനായിട്ട് ഓതുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ ഇത് എല്ലാവരും കിതാബ് വെച്ച് ഇത് കേട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. ഞാൻ പറയുന്ന വോയിസും അതുപോലെ മൗലിദ് കിതാബിൻ്റെ ഈ ഒന്നാമത്തെ ബെയ്ത്തും മുന്നിൽ വെക്കുക, എന്നിട്ട് ഇതൊന്ന് കേട്ട് നോക്കി, എന്നാൽ നിങ്ങൾക്ക് അർത്ഥം ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വ്യക്തമായിട്ട് ഓരോന്നും പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. മാത്രമല്ല നിങ്ങളും കേൾക്കുക, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഈ ക്ലാസ് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം. അത് എന്തിനാണ് പറയുന്നത്? മറ്റുള്ളവരിലേക്കും എത്തുകയും അവർ കേൾക്കുകയും ഒരുപാട് ആളുകൾ ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അതിൻ്റെ അർത്ഥം അറിഞ്ഞാണല്ലോ നമ്മൾ ചെല്ലേണ്ടത്. അപ്പോൾ അതിന് വലിയൊരു ആനന്ദം ഉണ്ടാവും. അത് ആത്മീയമായിട്ട് നമുക്ക് പുരോഗതിയുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ അള്ളാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും കുടുംബത്തിനൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.